എന്താണ് ചെറിയ കുട്ടികളെ പോലെ? ഹലോ. ഓക്കെ സർ. എന്താ സാറേ ഇത്? അപ്പൊ ഇവൻ തന്നെ ഇവന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തെന്നാണോ പറഞ്ഞു വരുന്നത്? അമൃതയെ കിഡ്നാപ്പ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ വി വെന്റ് ടു ഹർ സ്കൂൾ. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? സി, കിഡ്നാപ്പർ നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അവനും നിങ്ങൾക്കും ഏതോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത്രയും ദിവസം പ്ലാറ്റ്ഫോമിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയാണ് അവൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ നിങ്ങളുടെ മകൾ അമൃതയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. വൈ? അറിയില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഒന്ന് ആലോചിക്കേ. നിങ്ങളെപ്പോലെ ഇരിക്കുന്നു, നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലിങ്ക് കാണണം. നല്ലവണ്ണം ആലോചിച്ച് നോക്കൂ. കുറച്ച് ഡീപ്പായിട്ട്. സാറേ, സഞ്ജീവിന് അവന്റെ പാസ്റ്റ് ഒന്നും ഓർമ്മയില്ല. വാട്ട്? അതെ സാറേ, സഞ്ജീവ് അവന്റെ പാസ്റ്റ് എല്ലാം മറന്നുപോയി. 10 വർഷം മുമ്പേ ഫ്ലഡ് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന NGOs ഹൈവേസിൽ ഇവൻ മുറിവ് പറ്റി കിടക്കുന്നത് കണ്ടു. അവരാ ഇവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അവിടെ വെച്ചാണ് പല്ലവിയുമായിട്ടുള്ള പരിചയം. പല്ലവിക്ക് സഞ്ജുവിനെ ഇഷ്ടമായി. സഞ്ജു വളരെ നല്ല പയ്യനാണ്. ഇദ്ദേഹത്തിന്റെ പേര് അശ്വത്ഥാമൻ. അത് ഞാനാ. എമർജൻസി 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 എമർജൻസി. അശ്വത്ഥാമനെ അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് അമൃതയെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. അമൃതയെ വിളിച്ചു നോക്കിയോ? ഹലോ ഹലോ ഹലോ, അതെ, ഇത് അമൃതയല്ലേ? ശരി, നിങ്ങളാരാ? എന്റെ പേര് സഞ്ജീവ് എന്നാ. സഞ്ജീവ്? ആ സഞ്ജീവ്, പറ മോനെ. നിങ്ങളെയല്ലേ അശ്വത്ഥാമ എന്ന് പറഞ്ഞ ആള് അവസാനമായിട്ട് മീറ്റ് ചെയ്തത്? അതെ മോനെ. അമൃത, ഒന്ന് വേഗം നിന്നെ കാണാൻ ചെറുക്കന്റെ ആൾക്കാർ വരുന്നുണ്ട്. വസന്തേ, നീ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക്. ആ ശരി ശരി. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് ഇഷ്ടപ്പെടില്ല. അവനെ നീ എന്തുമാത്രം സ്നേഹിക്കുന്നു എനിക്കറിയാം. വേറൊരാളെ കല്യാണം കഴിക്കുന്നത് എത്ര വിഷമമുണ്ടാക്കുന്നു അറിയാം. പക്ഷേ കല്യാണത്തിന് ശേഷം സ്നേഹവും പ്രേമവും ഒന്നും അല്ല മോളെ, ബാധ്യതയാണ് പ്രധാനം. കല്യാണ ജീവിതത്തിന് പ്രേമം മാത്രം പോരെ മോളെ, നമ്മുടെ സംരക്ഷണമാണ് പ്രധാനം. കണ്ടിടത്തൊക്കെ കറങ്ങിത്തിരിഞ്ഞ് തോന്നിയാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അതാണ് വിപ്ലവം എന്ന് പറയുന്നതല്ല മോളെ ജീവിതം. തന്നെക്കുറിച്ചല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാത്തൊരു പ്രത്യേക സ്വഭാവമാണ് മോളെ അവൻ്റേത്. വണ്ടി ഇന്ന് താഴെ വീണത്രേ. എന്നോട് തന്നെ കള്ളം പറയുന്നു. എത്ര കാലമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഒരു മുറിവ് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? പോലീസ് സ്റ്റേഷനിൽ ബോംബെറിഞ്ഞപ്പോൾ ഉണ്ടായ മുറിവാണത്. അതെ മോളെ, അതാണ് സത്യം. ആദ്യം കവലയിൽ അടിപിടി, പിന്നെ വിപ്ലവം എന്നും പറഞ്ഞു നടന്നു. ഇപ്പൊ കണ്ടില്ലേ ബോംബ്, പോലീസ് എന്നൊക്കെ. ഇനി നിന്റെ ഇഷ്ടം മോളെ. പുറത്ത് പോവരുതെന്ന് പറഞ്ഞതല്ലേ? എവിടേക്കാ പോയത്? അത് തീർപ്പോ. ചേച്ചി, അശ്വതാം വിളിക്കുന്നുണ്ട്.
എന്താ എന്തിനാ അർജന്റായിട്ട് കാണുന്നു പറഞ്ഞേ? അശ്വ നിങ്ങളോട് ഒരു കാര്യം പറയണം. വേഗം പറ, പോലീസ് ഞങ്ങൾ തെരഞ്ഞെടുക്കുക. കുറച്ച് ദിവസം ഞാൻ അനിയന്റെ കൂടെ പോയി നിൽക്കാൻ പോവാ. തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയാം. ആ എന്തിനാ നീ കാണണമെന്ന് പറഞ്ഞേ? ഒന്നുമില്ല, കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ. നീ വെറുതെ വിഷമിക്കണ്ട, പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരാം കേട്ടോ. സാരിയിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ട്. ശരി, എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. നരസിംഹപുരത്തിലുള്ള അനിയന്റെ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞ്. അന്നാണ് അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന്റെ വിവരം വല്ലതും കിട്ടിയാ എന്നെ അറിയിക്കണേ മോനെ. തീർച്ചയായിട്ടും സർ, DNA റിപ്പോർട്ട്. നിങ്ങളുടെ DNA യും അവൻ്റെ DNA യും കമ്പയർ ചെയ്ത് നോക്കിയാൽ ദർ ഈസ് 89.99% ചാൻസ് നിങ്ങൾ രണ്ടുപേരും ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരിക്കാം. ഇത്രയും ദിവസം പ്ലാറ്റ്ഫോമിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയാണ് അവൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മകൾ അമൃതയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. സർ, നോ നോ സഞ്ജീവ്, സർ പ്ലീസ് സർ, ഇതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല സർ. അത് പോസിബിൾ ആണ്. നീ എന്നോട് ചോദിക്കണോ? പറയൂ. ഓപ്പറേഷൻ തിയേറ്റർ ആ, വെയിറ്റ് ചെയ്യൂ, ഞാൻ വന്നിട്ട് പറയാം. സർ 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 പ്ലീസ് സർ, ഡോക്ടർ. ഡോക്ടർ, നമ്മൾ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. സാറേ, സാറ് പറഞ്ഞ പോലെ ബാബാനഗർ തൊട്ട് വൈറ്റ്ല ജംഗ്ഷൻ വരെയുള്ള എല്ലാ CCTV ഫുട്ടേജും ചെക്ക് ചെയ്തു. പക്ഷേ അതിലൊന്നും കാണാൻ കഴിഞ്ഞില്ല സാറേ. അവൻ എങ്ങോട്ടാ പോയത്? കുട്ടി ഇവിടെയാണ് മിസ്സായത്. ഇതുവഴി വന്ന് ഇങ്ങോട്ട് പോയ ആ ചിക്കൻ സെന്റർ ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്. ഇങ്ങോട്ട് വന്നിട്ടില്ല, എന്നാൽ ഇതുവഴിയായിരിക്കും പോയത്. ഇവിടെ പ്രൊവിഷൻ ഷോപ്പ് CCTV ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്. ഇവിടെയും ഇല്ല. ഇവൻ എങ്ങോട്ടാ പോയത്? അങ്ങനെ ഒന്നും മാഞ്ഞു പോവില്ലല്ലോ. വിനയ്, അതൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തേ. റിവൈൻഡ് 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 റിവൈൻഡ്. പോട്ടെ 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 പോട്ടെ, ഇനി കുറച്ചുകൂടെ പോട്ടെ. പോസ് പോസ്. ആ, ഇപ്പം ആ വൈറൽ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേ. പോസ്. ആ, ഇനി അത് രണ്ടും കൂടി ഒരുമിച്ച് പ്ലേ ചെയ്തേ. സൂം ദ ഡോഗ്സ്. യെസ്, ഗുഡ് ഒബ്സർവേഷൻ. താങ്ക് യു സാർ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അവൻ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നു. സ്റ്റോപ്പ്. സൂം ദ നമ്പർ പ്ലേറ്റ്. ബജപ്പ, സാറേ. കളക്ട് ദ കാർ ഡീറ്റെയിൽസ്. ഓക്കെ സാറേ.